ഒബ്ജക്റ്റ് അതായത് ഒരു പേപ്പർ തന്നെ മതിയല്ലേ, നമുക്ക് പല രീതിയിലുള്ള പേപ്പർ അല്ലെങ്കിൽ ഡ്രോയിങ് ബോർഡൊക്കെ ഉൾപ്പെടുന്ന ഒരു പേപ്പറിൽ നമുക്ക് ചെയ്യാം ഈ പറഞ്ഞ ചിത്രം വരയ്ക്കാൻ തുടങ്ങാൻ പറ്റും. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ കുറച്ചുകൂടി ഭംഗിയിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിലാണ് ബാക്കിയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലുകൾ. പിന്നെ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു മാൻസിലുകൾ വേണം അല്ലേ, റബ്ബർ വേണം, അതേപോലെ തന്നെ അല്ലെങ്കിൽ ഇറേസർ എന്ന് പറയുന്ന ആള്, അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം, കട്ടർ എന്ന് പറയുന്നത്, ഷാർപ്പനർ എന്ന് പറയുന്നതായിട്ടുള്ള ആളൊക്കെയാണ് നമ്മൾ പിന്നീട് പറയപ്പെടുന്ന ഉപകരണം പറയുന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ കയ്യിലൊക്കെ സ്ഥിരമായിട്ടുണ്ടാകാറുണ്ട് അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾക്ക് കിട്ടുന്നതാണ് ഇൻസ്ട്രുമെന്റ് ബോക്സ് പറഞ്ഞൊരു അല്ലേ, അതിൽ നമുക്ക് പറയുന്ന പ്രൊട്രാക്ടർ, സ്ക്വയർ, ഫോക്കസ്, റബ്ബർ, അതേപോലെ തന്നെ ഈ പറഞ്ഞ കട്ടർ എല്ലാം ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഇത് നമ്മുടെ ഡ്രോയിങ്ങിന്റെ ടൂളുകൾ എന്ന് പറഞ്ഞൊരു ഭാഗത്ത് നിന്ന് ചെറിയൊരു നോഷം മാത്രം, അതായത് ഡീറ്റെയിൽ പറയാം, കുറച്ചുകൂടി നമുക്ക് ചെയ്യാം, അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു തരും. അപ്പോൾ അത് കൂടാതെ നമുക്കൊരു സ്പെഷ്യലായിട്ട് ടൂൾ കൂടിയുണ്ട്, നിങ്ങളെല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാവും വിചാരിക്കുകയാണ്, ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കും. മിനി ഡ്രാഫ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന ടൂൾ കൂടിയാണ് അല്ലേ, കണ്ടിട്ടുണ്ട്. ഉപയോഗിക്കാറില്ലേ? ഉപയോഗിക്കാറില്ലേ? സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നമുക്ക് വരയ്ക്കേണ്ടി വരുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മിനി ഡ്രാഫ്റ്റർ എന്ന് പറയുന്ന ഒരു ടൂൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ എന്തായിരിക്കും അതിന് ഉപയോഗം പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ എല്ലാവരും കണ്ടിട്ടുള്ളൂ മിനി ഡ്രാഫ്റ്റർ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കും. നമുക്ക് ഇവിടെ കയ്യിലുണ്ടാ മേടിച്ചല്ലേ. അപ്പോൾ എല്ലാവരും കയ്യിൽ ചിലപ്പോൾ നമുക്ക് ഒരു സ്ഥിരമായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ടൂളാണ്, നമ്മുടെ ഗ്രാഫിക്സിലെ തന്നെ പ്രധാനപ്പെട്ട ടൂളാണ് ഇതിനാണ് മിനി ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഫിക്സ് ചെയ്യുന്നത്. നമ്മുടെ ഡ്രോയിങ്ങിന്റെ ബോർഡ് ഉണ്ട് അല്ലേ, ഈ പറയുന്ന ഡ്രോയിങ് ഷീറ്റ് ഫിക്സ് ചെയ്യാൻ നമുക്ക് വരയ്ക്കേണ്ട ഒരു പേപ്പർ വേണമെന്ന് ഞാൻ പറഞ്ഞു. ആ പേപ്പർ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് ഒരു ഡ്രോയിങ്ങിന്റെ ബോർഡ് വേണം എന്ന് പറഞ്ഞാൽ, അതാണ് നിങ്ങൾ മുമ്പിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ബോർഡ്, നമുക്ക് കുറച്ച് കട്ടിയുള്ള ഒരു ബോർഡ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ ആ ബോർഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ മിനി ഡ്രാഫ്റ്ററിന്റെ ഈ ഭാഗം നമുക്ക് ക്ലിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് വെക്കാം. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആവശ്യാനുസരണം നമ്മുടെ ആവശ്യാനുസരണം എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കറിയാം. കൂടാതെ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു സ്കെയിലിന്റെ രൂപം കാണാൻ പറ്റും അല്ലേ. ഇത് നമുക്ക് എന്തുണ്ട്, ഈ ഒരു ഭാഗത്താണ് നമുക്ക് ആംഗിൾ മാർക്ക് ചെയ്തത്. ഈ ഒരു സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 0 മുതൽ 150 ഡിഗ്രി വരെയുള്ള 120 ഡിഗ്രി വരെയുള്ള ആംഗിൾ ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്, 90 ഡിഗ്രി ഒരു സ്കെയിൽ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണ്ട, നമ്മുടെ കയ്യിൽ പ്രൊട്രാക്ടർ, സ്കെയില്, അതേപോലെ സ്ക്വയർ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് എന്ത് വേണ്ട, കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മിനി ഡ്രാഫ്റ്റർ നമുക്ക് ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് പാരലൽ ലൈനോ വെർട്ടിക്കൽ ലൈനോ ഹൊറിസോണ്ടൽ ലൈനോ അങ്ങനെ ഏത് ലൈനും വേണം നമുക്ക് ചെയ്യാം, കൺസെപ്റ്റ് എടുക്കുകയും ഒരു മിനി ഡ്രാഫ്റ്റർ ഉണ്ടെങ്കിൽ, ഒരു പെൻസിൽ ഒരു മിനി ഡ്രാഫ്റ്റർ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ടൂളിന്റെയും സ്ക്വയർ ഉൾപ്പെടെ പ്രൊട്രാക്ടർ ഉൾപ്പെടെ സ്കെയിലിന്റെ എല്ലാ ഫംഗ്ഷനും ചെയ്യുന്ന ഒരു ടൂളാണ് ഇത് നമ്മുടെ മിനി ഡ്രാഫ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ഉപകരണം. അപ്പോൾ ഇതാണ്